ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ ഉഗ്ര നരസിംഹായ നമ. എല്ലാവർക്കും ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷനിലേക്ക് സ്വാഗതം. ഇന്നിവിടെ അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം, അതായത് മേടം രാശിയുടെ ഏപ്രിൽ മാസ ഫലമാണ് പറയുന്നത്. ശനി 2025 മാർച്ച് മാസം 30 കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശിമാറ്റം നടത്തുന്നു. അതായത് മേടം രാശിയുടെ 12ാം ഭാവത്തിലേക്കാണ് ശനിയുടെ പകർച്ച. ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷൻ എന്ന ധ്യാനമുറ വഴി നമുക്ക് ഈ ശനിദോഷത്തെ നിർവീര്യമാക്കി പൂർണ്ണ സൗഭാഗ്യം അനുഭവത്തിൽ വരുത്തുന്നത് എങ്ങനെയെന്ന് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ദോഷം മാത്രമാണ് പറയുന്നതെന്ന് കരുതി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കാര്യങ്ങളിലുമുള്ള തടസ്സം, കഠിനാധ്വാനം ആവശ്യമായി വരിക, ദുഷ്കീർത്തി, മനോവേദന, ടെൻഷൻ തുടങ്ങിയവയാണ് ഈ ശനിദോഷം കൊണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ 2ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം 3ാം ഭാവത്തിലേക്ക് മെയ് പകുതിയോടുകൂടി സഞ്ചരിക്കുന്നുണ്ട്. വിദേശമാസം, അധിക ചെലവ്, സാമ്പത്തിക നഷ്ടം, രോഗദുരിതങ്ങൾ തുടങ്ങിയവയും ഈ ശനിദോഷ സംബന്ധമായി മേടം രാശിക്കാർ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ശുക്രന്റെയും ആദിത്യന്റെയും സ്ഥിതി ഈ ഏപ്രിൽ മാസത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ധനവരവ് മേടം രാശിക്കാരെ കാത്തിരിക്കുന്നുണ്ട്. കൂടാതെ വിശേഷ വസ്ത്രലാഭം, വാഹനയോഗം എന്നിവയും ഈ മാസത്തിൽ മേടം രാശിക്കാർക്ക് ലഭ്യമാകാൻ സാധ്യതയുണ്ട്. എങ്കിലും മറ്റു ദോഷങ്ങളെല്ലാം ഇല്ലാതാക്കുന്നതിനായി ശനിയാഴ്ച തോറും ശിവന് ജലധാര, വിറകുവിളക്ക്, ആഞ്ജനേയ സ്വാമിക്ക് വെറ്റിലമാല, വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണ, സുദർശന മന്ത്ര പുഷ്പാഞ്ജലി എന്നീ വഴിപാടുകൾ നടത്തുന്നതോടുകൂടി ദോഷങ്ങൾക്ക് ആശ്വാസമുണ്ടാകുന്നതാണ്. എങ്കിലും സ്ഥിരമായി ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥ നേടിയെടുക്കുന്നതിനായി ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷനിലൂടെ ആദ്യത്തെ 14 ദിവസങ്ങളിൽ ചെയ്യേണ്ടതെന്തെല്ലാമെന്ന് ഇനി പറയാം. നിരന്തര പരിശ്രമത്തിലൂടെ, ദിനചര്യയിലൂടെ നവഗ്രഹ ദോഷങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനായുള്ള ഈ ധ്യാനമുറയിലൂടെ എല്ലാ തരത്തിലുമുള്ള ശനിഗ്രഹ നവഗ്രഹ ദോഷങ്ങളിൽ നിന്നും പൂർണ്ണ മുക്തി നേടാവുന്നതാണ്. കുറഞ്ഞത് 1 നാഴിക നേരമെങ്കിലും, അതായത് 20 മിനിറ്റ് സമയമെങ്കിലും 108 ദിവസങ്ങൾ തുടർച്ചയായി ധ്യാനം അനുഷ്ഠിക്കുകയാണെങ്കിൽ നവഗ്രഹ ദോഷങ്ങളിൽ നിന്നും പൂർണ്ണ മുക്തി നേടുന്നതായി നിങ്ങൾക്കു തന്നെ അനുഭവവേദ്യമാവുന്നതാണ്. പൂർണ്ണ മുക്തി നേടിയെങ്കിലും ഒരു ദിനചര്യ പോലെ ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷൻ തുടർന്നു കൊണ്ടുപോകേണ്ടതാണ്. അല്ലാത്ത പക്ഷം വീണ്ടും ശനിദോഷങ്ങൾ അടക്കമുള്ള നവഗ്രഹ ദോഷങ്ങൾ നിങ്ങൾക്ക് ബാധിക്കാനിടയുണ്ട്. കൂടുതൽ വിവരണങ്ങളില്ലാതെ ഇനി നമുക്ക് നേരിട്ട് ധ്യാനത്തിലേക്ക് കടക്കാം. ആദ്യമായി സുഖാസനസ്ഥനാവുക, അതായത് നടുവ് നിവർന്നിരിക്കുക. സാവധാനം കണ്ണടച്ചുകൊണ്ട് അനുലോമ വിലോമം എന്ന പ്രാണായാമം ചെയ്യാവുന്നതാണ്. ഈ പ്രാണായാമം ചെയ്യാൻ അറിയില്ലെങ്കിൽ ദീർഘമായി ശ്വാസനിശ്വാസം നടത്തിയാൽ മതി. ദീർഘമായി ശ്വസിക്കേണ്ടതാണ് എന്നർത്ഥം. ഇപ്രകാരം ദീർഘനിശ്വാസം നടത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഒരു കുരങ്ങനെ പോലെ ഒരു മരക്കൊമ്പിൽ നിന്നും വേറൊരു മരക്കൊമ്പിലേക്ക്, ആ മരക്കൊമ്പിൽ നിന്നും തൂങ്ങിയാടി പിന്നീട് വേറൊരു കൊമ്പിലേക്ക് എന്ന വണ്ണം മനസ്സ് ഓരോ കാര്യങ്ങളിൽ നിന്നും വേറെ കാര്യങ്ങളിലേക്ക് മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ആ മനസ്സിനെ നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്നതും മാത്രം ശ്രദ്ധിക്കുക. വീണ്ടും കുറച്ചു കഴിയുമ്പോൾ മനസ്സ് മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോയാലും വീണ്ടും മനസ്സിനെ തിരിച്ചു കൊണ്ടുവന്ന് ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ആദ്യത്തെ 2 ആഴ്ചകളിൽ എല്ലാ ദിവസവും തുടർച്ചയായി 20 മിനിറ്റ് നേരം ഈ ശ്വാസനിശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മനസ്സിനെ പഠിപ്പിക്കുക. ഇതാണ് ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷന്റെ ആദ്യത്തെ ധ്യാനമുറ. അടുത്ത വീഡിയോയിലൂടെ ഈ ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷന്റെ 2ാമത്തെ ധ്യാനമുറ പരിചയപ്പെടുത്തുന്നതാണ്. എല്ലാവർക്കും ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം.